നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ്. ആധാർ കാർഡുള്ള മുഴുവൻ ആളുകളും വീഡിയോ കാണുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പും എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ വർഷം പൊതു മുതലാണ് നമ്മുടെ ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. അത് പല ആളുകളും ഇപ്പോൾ ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പല ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പല സമയങ്ങളിൽ നമ്മൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഫോട്ടോ മാറ്റുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു കയ്യിലുള്ള ഒരു രേഖ വെച്ച് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന ഒരുപാട് രേഖകളുണ്ട്. നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ SLC ബുക്ക്, അങ്ങനെയുള്ള രേഖകൾ കൊടുത്ത് ആ രേഖകൾ മുഖാന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഫോട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫോട്ടോ മാറ്റിയത് കൊണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടോ, അതുമല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റിയത് കൊണ്ടോ, മറ്റെന്ത് അപ്ഡേഷൻ ചെയ്ത ആളുകൾക്കും നിർബന്ധമായും ആധാർ കാർഡ് ഇപ്പോൾ ചെയ്യുന്ന രൂപത്തിലുള്ള അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധമാണ്. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആധാർ അനുസൃതമായ കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, മൊബൈൽ നമ്പറുകൾ, അതുപോലെ നമ്മുടെ ഗ്യാസ് നമ്പറുകൾ, മറ്റെല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്യാത്ത ആളുകൾ, ആ ഒരു അപ്ഡേഷൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ പ്രവാസികളായ ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത ആധാർ ആണെങ്കിൽ അവർക്ക് നാട്ടിലെ അക്ഷയയിൽ പോയി ആ ആധാർ നമ്പറും അതുപോലെ തന്നെ ആ മൊബൈലിലേക്ക് വരുന്ന OTPയും കൊടുത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാത്ത ആളുകൾ നാട്ടിൽ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എത്ര കാലം ഫ്രീ ആയിട്ട് ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 ശേഷം ഇതിന് ചില പേയ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി എല്ലാ ആളുകളും അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഈ മസ്റ്ററിംഗിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ചില ആളുകൾക്ക് 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതായത് ചില ക്ഷേമനിധി ബോർഡിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ ലഭിക്കുന്ന പെൻഷൻ, 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ 2 മസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്യണം. 2 സൈറ്റിൽ 2 പെൻഷൻ ID ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നും 2 പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഗ്യാസ് മസ്റ്ററിംഗ്. അതിപ്പോൾ ഓരോ അങ്ങാടികൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഓരോ ടൗണുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ചില ഓൺലൈൻ സേവന കേന്ദ്രങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ, ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. എല്ലാ കാര്യങ്ങളും സമയബന്ധമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസുമായി കാണാം.